വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അച്ഛനും അമ്മയും വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ള് കറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അബുദാബിയിൽ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. സാറ്റർഡേ ആണ് തുടങ്ങിയിട്ട് ഒരു 1 വീക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞങ്ങളങ്ങനെ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് ഞാനിവിടെ ഉണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ടില്ലേ, ഉറക്കത്തിലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഉറക്കിയേറ്റു. ഞങ്ങളിവിടെ കുട്ടികളുടെ അടുത്തേക്ക് അബുദാബിക്ക് വന്നതാണ്. കാണാൻ വന്നതാണ്. വളരെ ഹാപ്പിയാണ്. ശരി. അപ്പോൾ ഫെസ്റ്റിവൽ കാണാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റിന് ഒരാൾക്ക് 10 ദിർഹമാണ് വരുന്നത്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ജാനക്കുട്ടിക്ക് ഇപ്പോൾ 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ ഏജോ കാര്യങ്ങളോ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവൾക്കും വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഏജൊന്നും ചോദിക്കുന്നില്ല. അപ്പം ഞങ്ങൾ 5 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അകത്തേക്ക് കടന്നത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരുപാട് കാലമായിട്ടൊരു 3-4 വർഷമായിട്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടില്ല. ഒരു 4 വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ആളേനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആളെന്നെ കാണാനില്ല. അപ്പോൾ ഇവിടെ ഏത് ഭാഗത്തുനിന്നാണ് വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുള്ള ഏട്ടൻ്റെ മുഖത്തുള്ള ഹാപ്പിനെസ്സൊക്കെ കാണാം കേട്ടോ. 4 വർഷത്തിന് ശേഷം കാണുകയാണ് കേട്ടോ അവർ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണാൻ പറ്റും. ഏട്ടൻ നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. ആ ദിവസം ഫുൾ ടൈം അവർ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വന്നു. നമ്മള് ചൈനയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ വന്നിട്ട് നമ്മുടെ ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ് കേട്ടോ ഇവിടെയും. അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് കൺട്രീസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അവരുടെ ബിലീവ്സും കൾച്ചറും ട്രഡീഷൻസും പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സും ഷോപ്പിങ്ങും ഫുഡും അങ്ങനെ നമുക്ക് വെറൈറ്റി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് ചൈനയിലാണ് കേട്ടോ ഇപ്പോൾ കയറിയിട്ടുള്ളത്. പലതും കൂടുതലും ഇവിടെ ഉള്ളത് മറ്റേ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ കണ്ടു. അതെനിക്ക് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ് വെച്ചെങ്കിൽ നല്ല രസമാവും. ടൂറിസ്റ്റുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രിപ്പൊക്കെ വരില്ലേ, അതാണെങ്കിൽ ബെസ്റ്റ് ആവും, നല്ല രസമാവും വാങ്ങിക്കാനും ഒക്കെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല റേറ്റാണ്. നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ഒരു 3 ഇരട്ടി കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മൾ ജാനുക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഞങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൺട്രീസിൻ്റെ ഒരു മിനിയേച്ചർ തന്നെ നമുക്കിവിടെ കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ചൊക്കെ കയറി, പിന്നൊന്നും കയറാൻ പറ്റിയില്ല. കാരണം ഉണ്ണീനായിട്ട് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എല്ലായിടത്തും കയറാനായിട്ട് സാധിച്ചില്ല കേട്ടോ. പിന്നെ ഇത് പോമഗ്രനേറ്റിൻ്റെ ജ്യൂസാണ് കേട്ടോ അവിടെ ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ടല്ലോ, ഒരു വെറൈറ്റി ജ്യൂസറാണ്. രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്കൊന്ന് ഒരു മിനി ഗ്ലാസ്സിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് എത്ര തൃപ്തിയൊന്നും ആയില്ല. ഒരു ജ്യൂസ് കഴിച്ചപ്പോൾ എനിക്ക് ടോണിക്കിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ തോന്നിയിട്ടാണ്. അപ്പം ചാനുക്കുട്ടീനാണെങ്കിൽ കുറേ എടുക്കണം, കുറച്ച് നടക്കുമ്പോഴേക്കും വയ്യ എന്നെ എടുക്കുന്നൊക്കെ പറയുകയാണ്. കുറേ നടക്കാനുണ്ട് കേട്ടോ, കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കി നടക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ തായ്ലാൻഡിലോട്ടാണ് കേട്ടോ കയറുന്നത്. എനിക്ക് തായ്ലാൻഡ് ഭയങ്കര
എന്താ പറയുക, വ്ളോഗൊക്കെ കാണുമ്പോൾ കാണണം എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ അവിടേക്ക് ഒന്ന് കയറി. പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ആയാലും അതെ, ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ആയാലും അതെ, പിന്നെ പെർഫ്യൂമൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലുള്ള പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും വാങ്ങിക്കും. നല്ല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയുള്ള പെർഫ്യൂമുകൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫുഡും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ കഴിക്കാത്ത ഫുഡും കണ്ടിട്ടില്ലാത്തതും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ മാംഗോ ഐസ്ക്രീം, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാംഗോ ഐസ്ക്രീം, അതും അവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പല കൺട്രീസിലും അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല കളക്ഷനാണ്. പക്ഷേ ഇത് ഒരു ഒറിജിനൽ പോലെ കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് റേറ്റ് വന്നിട്ട് എത്രയാണ്, 250 ദിർഹമാണെന്നാണ് തോന്നണേ എൻ്റെ ഓർമ്മയിൽ. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എന്ത് റേറ്റ്, എത്രയൊക്കെ ഉണ്ടാവുമോ? കാണുമ്പോൾ അത്രയൊന്നും തോന്നില്ല, പക്ഷെ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. പക്ഷെ റേറ്റ് പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കൂടുതലും ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കൊറിയക്കാണ് കേട്ടോ പോണേ. എല്ലാതും ബ്യൂട്ടി പ്രോഡക്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഓരോ കൺട്രീസിലും ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം ഇതായിരുന്നു. സോങ്ങൊക്കെ ഇൻക്ലൂഡ് ആണ്, പക്ഷേ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആഡാക്കാത്തത്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ജാനുവിൻ്റെ കയ്യിൽ ഉള്ളത് എന്താ വെച്ചെങ്കിൽ അവിടെ നിന്ന് 10 ദിർഹത്തിന് വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതേ സാധനം തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ 5 ദിർഹമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ഇതുമേ തന്നെയായിരുന്നു കേട്ടോ കളി. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ഈ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ കേട്ട് നിന്ന്. അപ്പോൾ അതിനിടയിൽ രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൻ വരുന്നുണ്ട്, 2 ബസ് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി കാണാൻ പോകുന്നത് ഏട്ടന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജാനുവിൻ്റെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഭയങ്കര തല്ലാണ് കേട്ടോ കിട്ടിയത്. ഏട്ടന് ഭയങ്കരമായിട്ട് പെയിൻ വന്നിക്കണ്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അപ്പം അച്ഛൻ ഊതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. ഏട്ടന് കിട്ടിയ വേദന കൊണ്ട് തന്നെ ഏട്ടൻ ഉണ്ണീനും കൊടുത്തിട്ട് പോന്നു. നല്ല വേദനയായിട്ട് നല്ല അടി. ഈ കുഞ്ഞു മക്കളെ അടിക്കുമ്പോൾ അവരുടെ കൈ തളർത്തിയിട്ടാണ് അടിക്കുക. നല്ല പെയിനാണ്. കിട്ടിയവരൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഏട്ടന് വേദനയായിട്ട് അമ്മയുടെ തോളിലിങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. കാരണം 10 മണിക്ക് ഫയർ വർക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഒരുവിധം ഒഴിവ്. അത് കാണാനായിട്ടാണ് ഇത്രയും ക്രൗഡ് കേട്ടോ. ഇത് ഓരോ ഇയറിലും ഈ ഫെസ്റ്റിവൽ ഉണ്ടാവും കേട്ടോ. എല്ലാ ഇയറിലും ഉണ്ടാവും. അപ്പോൾ ഇതാണെങ്കിൽ ഫേക്ക് എലിഫൻ്റാണ് കേട്ടോ. കാണുമ്പോൾ തോന്നും നമുക്ക് ഒറിജിനലാണ്. നല്ല രസമുണ്ടല്ലേ, പക്ഷെ ഫേക്കാണ്. അതൊരു പേപ്പർ എന്തൊക്കെയോ ആണ്. നല്ല കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ സ്ഥലത്ത് വന്നപ്പോൾ ഡാൻസാണ്. അപ്പോൾ ഇത് ജാനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അവളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് കുറേ നേരം. പക്ഷെ അവൾക്ക് പേടിയായിട്ടാ, നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടമായി. അവളിങ്ങനെ കുറേ നേരം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ സോങ് ഇടാത്തത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. നല്ല കാണാനൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പം ജാനക്കുട്ടി ഇങ്ങനെ അച്ചച്ചൻ്റെ മടിയിലിരുന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. ഏട്ടനും ഇങ്ങനെ ഡാൻസൊക്കെ ഒന്ന് നോക്കി ആസ്വദിക്കാണ്. അമ്മയ്ക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ ലയിച്ചിരിക്കും. കാണാനായിട്ട് ആൾക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. ഇവർ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചിട്ടാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ആളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ജാനക്കുട്ടിക്ക് ഇങ്ങനെ പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ട ഫേസൊക്കെ മാറിയിട്ട് സങ്കടം വന്നു തുടങ്ങി.
ആൾക്ക് ഇങ്ങനെ ഫുള്ളിങ്ങനെ മൂടിക്കാണുന്നതൊക്കെ ഭൂതമാണ് എന്നുള്ളൊരു ധാരണയാണ് കുട്ടിക്ക്. അപ്പോൾ പേടിയാണ്. പക്ഷെ ഡാൻസ് ഇങ്ങനെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസും പാട്ടൊക്കെ ജാനക്കുട്ടിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്തിട്ട് പോരുട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും രാഹുലിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മാജിക് ഷോയുടെ മുമ്പിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അവൻ വന്നിട്ടുണ്ട്. അവൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ വരവ് പെട്ടെന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഫുഡ് കഴിക്കുക, വീട്ടിലേക്ക് പോകുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ടാക്സിക്കാണ് കേട്ടോ പോയത്. കാരണം അത്രയും ക്രൗഡായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. താങ്ക് യു.